ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ അരീക്കൽ വെള്ളച്ചാട്ടം കാണാൻ പോയ സമയത്താണ് ഒരു എക്സോട്ടിക് ബേർഡ്സ് പാർക്ക് ഉണ്ട്, അവിടെ കൂടി ഞങ്ങൾ പോയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടോ ഇന്ന്. അവിടെ വളരെ എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസാണ്. അരീക്കൽ വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന എല്ലാവരും മസ്റ്റായിട്ടും അവിടെ പോകാൻ പറ്റും. കാരണം ആ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ആ ബിൽഡിംഗ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മൂവാറ്റുപുഴയിൽ പിറവം റൂട്ടിലേക്ക് മാറുമ്പോൾ പിറമാടം പാമ്പാക്കുട ആ ഭാഗത്താണ്. ഏകദേശം മൂവാറ്റുപുഴയിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രം ദൂരമാണ് കേട്ടോ ഈ അരീക്കൽ വെള്ളച്ചാട്ടവും എക്സോട്ടിക് ബേർഡ്സ് പാർക്കും. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ. ഇവിടെ നമുക്ക് കെട്ടിടത്തിൻ്റെ സെക്കൻഡ് നിലയിലാണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്, ബേർഡ്സ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതിലേക്ക് കയറണമെങ്കിൽ 50 രൂപ പാസ് എടുക്കണം കേട്ടോ. നേരത്തെയൊക്കെ കുട്ടികൾക്ക് 30 രൂപയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഓണത്തിൻ്റെ സമയത്താണ്, നല്ല തിരക്കാണ്, അപ്പോൾ 50 രൂപയുടെ പാസ്സാണ്. അവിടെയുള്ള പക്ഷികളുടെ എല്ലാം പടങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് കയറി പോകുന്നതാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ അരീക്കൽ വെള്ളച്ചാട്ടം കാണാം കേട്ടോ. അപ്പം നമ്മളങ്ങ് കയറിപ്പോയി ടിക്കറ്റൊക്കെ എടുത്ത് അതിനുള്ളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് വാർണിങ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ആഭരണങ്ങൾ സൂക്ഷിക്കുക, അതുപോലെ 30 മിനിറ്റാണ് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. 30 മിനിറ്റ് നമ്മളവിടെ പെട്ടെന്ന് തീർന്നു പോകും. അത്രയും എൻജോയ്മെൻ്റാണ്. ഈ പക്ഷികളെല്ലാം നമ്മുടെ മേത്തും തലയിലും എല്ലാം കയറിയിരിക്കും. അതുപോലെ കഴുത്തേൽ കിടക്കുന്ന ആഭരണവും തലയിലെ ക്ലിപ്പും എല്ലാം ഈ പക്ഷികൾ കൊത്തിയെടുക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി. നമുക്ക് തന്നിരിക്കുന്ന ആ ഫുഡും കൂടി നമ്മൾ കയറി ചെല്ലുമ്പോഴേ ഈ പക്ഷികളെല്ലാം നമ്മുടെ അത് കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് വരും. പല സൈസ് പക്ഷികളുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള പക്ഷികളുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം എൻ്റെ പാത്രത്തിലേക്ക് ആ പക്ഷികളെല്ലാം വന്നിരുന്നു കേട്ടോ. അതുങ്ങളെ കൊത്തി തിന്നും. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ താഴേക്കും ചാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചവിട്ടാതെയൊക്കെ വേണം നടന്നു പോകാനായിട്ട്. ഭക്ഷണം കിട്ടാത്തതുങ്ങളൊക്കെ മാറി മാറി പറന്നു പോകും. അത് സൂക്ഷിച്ച് വേണം നടക്കാൻ. വളരെ റെയറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മളിങ്ങനെ പക്ഷിക്കൂടുകളിൽ പുറത്തു നിന്ന് കാണുന്നതല്ലാതെ ഇതുപോലെ ഉള്ളിൽ കയറി നിന്ന് കൈ പിടിക്കുന്നത് ആദ്യമായിട്ടായിരുന്നേ. കൊച്ചുകുട്ടികൾക്കൊക്കെ പേടിയായിരുന്നു, എൻ്റെ കൊച്ചുമക്കൾക്കൊക്കെ ചെറുതായിട്ട് പേടിയായിരുന്നേ. പക്ഷെ നല്ല രസമായിരുന്നു. ഓണം സീസൺ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ടും എല്ലാവരും ഒത്തിരി ആളുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വെള്ളച്ചാട്ടം കാണുന്നതിന് ശേഷം ഇവിടെ കയറി ഈ ബേർഡ്സ് പാർക്കും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ടാണ് എല്ലാവരും തന്നെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കയറിയ ഉടനെ തന്നെ ഒത്തിരി പേര് വരുന്നുണ്ട്. ഒരു ദിവസത്തെ ടൂറിന് കറക്റ്റായിട്ടും കിട്ടും കേട്ടോ. കാരണം വെള്ളച്ചാട്ടവും കണ്ടതിന് ശേഷം ഈ എക്സോട്ടിക് പാർക്കിലും കൂടി കയറി കഴിയുമ്പോഴേക്കും ഫുള്ളൊരു ഡേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലും നമുക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. ഭക്ഷണമൊക്കെ കിട്ടാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. ഇത് വന്ന എല്ലാവരുടെയും തന്നെ കയ്യിലെ പാത്രത്തിൽ ഇതിന് നിറച്ച് കയറിയിരുന്നു. ഒരു ചേച്ചിയുടെ ദേഹത്ത് 2 പാത്രത്തിലും ഉണ്ടായിരുന്നു നിറച്ച് പക്ഷികൾ. പിന്നെ അതിൻ്റെ തലയിലും കൂടി കയറിയിരുന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അരമണിക്കൂർ പോയത് അറിഞ്ഞതേയില്ല. ബാബാ, ഇതാണ് ഇവിടെ കാണുന്ന ഗ്രീൻ ഇഗ്വാന. അതുകൂടാതെ ഒരു റെഡ് ഇഗ്വാനയും കൂടിയുണ്ട്. ഈ ഗ്രീൻ ചെറുതാണ് കേട്ടോ, അതിനുള്ളിലിട്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരക്കായതുകൊണ്ട് അവർ പുറത്തേക്കൊന്നും എടുക്കുന്നില്ല, നമുക്ക് പുറത്തു നിന്ന് കാണാം. പിന്നെ ഇത് ഒരു ആഫ്രിക്കൻ പിതോണാണ്. ഇത് അങ്ങനെ ഉപദ്രവിക്കുന്ന സാധനമൊന്നും അല്ല, പക്ഷേ തിരക്ക് കാരണം ഇതിനെ പുറത്തിറക്കുന്നില്ല. ഇതും ഒരു ആഫ്രിക്കനാണ്. ഇതുങ്ങളെല്ലാം നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന സാധനമാണ്, പാമ്പാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ തിരക്ക് കാരണം അവരെ പുറത്തേക്ക് ഇറക്കുന്നില്ല.
ഇതാണ് കേട്ടോ ഇവിടെയുള്ള റെഡ് ഇഗ്വാന. ഇത് കുറച്ച് വലുതാണ്, സൈസ് വലുതാണ്. ഇതിനെയും ഉള്ളി ഇട്ടിരിക്കുകയാണ്, കാരണം തിരക്കുകൊണ്ട് അവർ പുറത്തേക്ക് എടുത്തിട്ടില്ലാത്ത കേട്ടോ. സൈലൻ്റ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. ഒരു ദിവസമൊക്കെ ലീവുള്ളവർക്ക് കുട്ടികളെയും കൊണ്ട് വന്ന് ഇത് വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് കേട്ടോ. അരീക്കൽ വെള്ളച്ചാട്ടവും അതിനോടനുബന്ധിച്ചുള്ള ഈ ബേഡ്സ് പാർക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അടിപൊളി കളറല്ലേ, പിന്നെ ഭംഗിയെന്ന് വെച്ച് റെഡി എൻ്റെ തോളത്ത് മാല കൊട്ടുക. Ready, 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 Chiku, Chiku. Achana ponnu pitta. Hey, ida paatram edikku. Hey, pidicho, annaram varum. Hey, vannu. Pidicho. Paatrathil pidicho. Pidicho, pidicho. Pidicho. കൊച്ചുമോളുടെ തലയിൽ വന്നിരുന്നിട്ട് അതിന് പേടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എൻ്റെ ദേഹത്തേക്ക് വന്നു. അപ്പോൾ എൻ്റെ മാല കണ്ടിട്ട് അത് കുത്തുകയാണ്. മാലയൊക്കെ കിളികൾ കുത്തും എന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അത് മണികളായത് കാരണം അത് നിങ്ങൾ കുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അത് മാറ്റി വിട്ടപ്പോഴത്തേക്ക് അത് പോയി. അടുത്ത കൊച്ചിൻ്റെ കയ്യിലേക്ക് വീണ്ടും കയറി. അപ്പോൾ കൊച്ചിന് പേടിയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ മറ്റൊരു കൊച്ചിൻ്റെ കഴുത്തേൽ കയറിയിട്ട് അതിൻ്റെ മാലയിൽ പിടിച്ചേക്കാണ് കേട്ടോ. ഈ പക്ഷിക്ക് എപ്പോഴും മാലയിലാണ് പിടുത്തം. എല്ലാവരുടെയും മാലയാണ് അത് കൊത്തി പറിക്കും എന്നാണ് പറയണത്. ഇതിപ്പോൾ അതിങ്ങനെ പറിച്ചില്ല, അതിനെ ഓടിച്ചു കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. കൂടുതൽ വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.